ഹലോ ഫ്രണ്ട്സ്, ഞാനാണ് അജയ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോണത് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ ചാറ്റ്സ് ഒക്കെ ഡിലീറ്റ് ആയി പോയാൽ എങ്ങനെയാണ് റിക്കവർ ചെയ്തെടുക്കുക എന്നുള്ളത് നമുക്ക് കാണാം. ഇതിൽ ഞാൻ പറയുന്ന ഓരോ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. വരൂ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ പ്രൊഫൈൽ പേജിൽ പോകുക. ഇതിൽ വന്നിട്ട് മുകളിൽ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം യുവർ ആക്ടിവിറ്റീസ് എന്ന് കൊടുക്കുക. എന്നിട്ട് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ എന്ന് കിടക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ കാണുന്ന ഡൗൺലോഡ് ഓർ ട്രാൻസ്ഫർ ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. സോ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് റിക്കവർ ചെയ്ത് എടുക്കേണ്ടതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനൊന്ന് സെലക്ട് ചെയ്തു. അടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ചോദിക്കുന്ന ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ വേണോ അതോ സം ഓഫ് യുവർ ഇൻഫർമേഷൻ വേണോ? സോ ഞാൻ ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ സെലക്ട് ചെയ്തു. ആൻഡ് ഡൗൺലോഡ് ടു ഡിവൈസ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഡേറ്റ് റേഞ്ച് നിങ്ങൾക്ക് എത്ര വർഷം, മീൻസ് ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് വീക്കിൽ ഏതെങ്കിലും മെസ്സേജ് ഡിലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാം. അഥവാ ലാസ്റ്റ് മന്തിലുള്ളതാണോ, 3 months ബിഫോറിലാണോ, അത് 6 months ബിഫോർ ഓർ ലാസ്റ്റ് ഇയർ ആണോ, 3 വർഷം മുമ്പേ ആണോ? സോ ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത മുതൽ നിങ്ങൾക്ക് മെസ്സേജസ് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കസ്റ്റം വഴി ഡേറ്റ് ഒക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏത് ഡേറ്റ് മുതൽ മെസ്സേജസ് റിക്കവർ ചെയ്യേണ്ടതെന്നുള്ള ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്തിട്ട് സേവ് കൊടുക്കുക. സോ എനിക്കിവിടെ ലാസ്റ്റ് ഇയറിൻ്റെ മെസ്സേജസ് ആണ് എനിക്ക് വേണ്ടത്. സോ ഞാൻ ലാസ്റ്റ് ഇയറിൽ കൊടുത്തു. എന്നിട്ട് സേവ് എന്ന് കൊടുക്കുക. എന്നിട്ട് നോട്ടിഫൈയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഇമെയിൽ ID കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ID മാത്രം തന്നെ ഇവിടെ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മെയിൽ വഴിയാണ് നമ്മൾ റിക്വസ്റ്റ് അയക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ. സോ അവരെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി നമുക്ക് ഈ മെയിലിലൂടെയാണ് നമ്മൾ റിക്കവറി ചാറ്റ്സ് ഒക്കെ സെൻഡ് ചെയ്യും. സോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഫ്രണ്ടിലോട്ട് പറയാം. എന്നിട്ട് ബാക്ക് കൊടുക്കുക. നെക്സ്റ്റ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് HTML എന്ന് കൊടുക്കുക. എന്നിട്ട് മീഡിയ ക്വാളിറ്റിയിൽ പോവുക. മീഡിയ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഏത് സൈസിലാണ് നിങ്ങൾക്ക് വേണ്ട, ഹൈ ക്വാളിറ്റി ആണോ, മീഡിയം ക്വാളിറ്റി ആണോ, ലോ ക്വാളിറ്റി ആണോ? ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിളായിട്ട് ഞാൻ ലോ ക്വാളിറ്റിയിൽ വെച്ചു. നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിൽ വെച്ചാൽ നിങ്ങളെ വീഡിയോസ് ഫോട്ടോസൊക്കെ റിക്കവർ ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റിയിൽ വരും. ഓക്കെ, സോ ഞാൻ സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് ലോ ക്വാളിറ്റിയിൽ വെച്ച് കാണിച്ചു തരാം. എന്നിട്ട് ഫൈനലി നിങ്ങൾക്ക് ക്രിയേറ്റ് ഫയൽ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങളെ റിക്വസ്റ്റ് വന്നിട്ട് സെൻഡ് ആയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഈ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസലും ചെയ്യാം. ഇത് വേണ്ടെങ്കിൽ ഇവിടെ റിക്വസ്റ്റ് ചെയ്ത ഡേറ്റും ഇവിടെ കിടക്കുന്നുണ്ട്. സോ നമുക്കിനി മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിനെ ബാക്ക് അടിക്കുക. ഇവിടെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത മെസ്സേജ് റിപ്ലൈ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇവിടെ ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങളൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ ഉണ്ടാകും. ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ എന്ന് കൊടുക്കുക. എന്നിട്ട് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് വീണ്ടും ഡൗൺലോഡ് യുവർ ഇൻഫർമേഷൻ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങളെ ആ റിക്വസ്റ്റിൻ്റെ ഡൗൺലോഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മെസ്സേജസ് വന്നിട്ട് മൊത്തം ചേർത്ത് 13 MB ആണ് ചോദിക്കുന്നത്. സോ ഞാൻ ഡൗൺലോഡ് കൊടുക്കാം. സോ ഇവിടെ ആ ഫയൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ എനിക്ക് പാസ്വേഡ് അടിക്കണം. നിങ്ങൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് കൊടുക്കുക. നിങ്ങളെ ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. സോ ഇവിടെ നമ്മൾ റിക്കവറി ഫയൽ വന്നിട്ട് മുകളിൽ ഡൗൺലോഡ് ആയെന്ന് ഷോ ആക്കുന്നു. സോ ഈ ഫയലിനെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും മുകളിൽ കാണുന്ന അതാണ് നമ്മൾ റിക്കവറി ഫയൽ. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ എക്സ്ട്രാക്ട് ഓൾ എന്ന് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാക്ട് ടു ഡൗൺലോഡ് എന്ന് കൊടുക്കുക. സോ നിങ്ങളെ ഫയൽ വന്നിട്ട് ഇവിടെ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മുകളിൽ കാണുന്ന മെസ്സേജസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻബോക്സിൽ ക്ലിക്ക് ചെയ്യുക. സോ എൻ്റെ ഇവിടെ ചാറ്റ്സ് ഒക്കെ ഡിലീറ്റ് ആയവരെ പേരുകൾ ഇവിടെ ഷോ ആകുന്നുണ്ട്. സോ ഇതിൽ ഫസ്റ്റിൽ കാണുന്ന ബിബി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം.
എന്നിട്ട് നിങ്ങൾ ഫോട്ടോസോ വീഡിയോസോ അയാൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഷോ ആകും ഇവിടെ. സോ ഞാൻ നിങ്ങൾക്ക് ആ ഫോട്ടോ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് നമ്മളെ ചാറ്റ്സ് കാണണമെങ്കിൽ താഴെ മെസ്സേജിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ജസ്റ്റ് നൗ എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളെ ഈ മെസ്സേജസ് വന്നിട്ട് ബ്രൗസർ വഴിയാണ് ഷോ ആകും. സോ ഇവിടെ ഞാൻ ചാറ്റ് ചെയ്ത എല്ലാ മെസ്സേജസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇനിയൊരാളുടെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്കിവിടെ അനീഷ് ധോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ മെസ്സേജ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് മെസ്സേജ് മാത്രമാണ് ഇപ്പോൾ ഷോ ആകുന്നത്. ഞാൻ ഫോട്ടോസ് വീഡിയോസൊന്നും ഷെയർ ചെയ്തില്ല ഇവരോട്, അതുകൊണ്ട് ഇവിടെ കാണിക്കാത്തത്. സോ ഇവിടെ എൻ്റെ മെസ്സേജസ് എല്ലാം ബ്ലറായിട്ടാണ് കാണാൻ പറ്റുക നിങ്ങൾക്ക്. അതെന്താണെന്ന് വെച്ചാൽ അതെൻ്റെ പ്രൈവസി ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാത്തത്. സോ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കാം. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയാണ്. അവിടെ പോയിട്ട് എന്നെ ഫോളോ ചെയ്ത് ചോദിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. അത്രയും ബൈ.